പക്ഷെ ഭഗവാനോട് നിങ്ങൾ ചോദിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾക്കൊരാവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ എൻ്റെ അമ്മ എന്നോട് ഫോൺ ചെയ്തിട്ട് പാല് വാങ്ങിയിട്ട് വാടാ എന്ന് പറയണത്, അതുപോലെ പറയാൻ പറ്റണം ഭഗവാനോട്. കൃഷ്ണ, എനിക്ക് ജോലി വേണം, കുറെ നാളായി കല്യാണം കഴിയാണ്ട് നടക്കുന്നുണ്ട്, എനിക്കൊരു ഭാര്യ വേണ്ടേ. ഓപ്പണായിട്ട് സംസാരിക്കാം ഭഗവാനോട്. ഓപ്പണായിട്ട് സംസാരിക്കണവരെ വലിയ ഇഷ്ടമാണോ? മറച്ചു വെക്കാതെ സംസാരിക്കുക, ഉള്ളു തുറന്ന് നിഷ്കളങ്കായിട്ട് സംസാരിക്കുക. പൈസ വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണമെന്ന് പറയുക, അല്ലാണ്ട് ഒരു തുളസിമാല ചാർത്തിയിട്ട് പൈസ തരണേന്ന് പറയാതിരിക്കുക. ബിസിനസ് ആക്കി മാറ്റരുത്. ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുക, ഭഗവാനെ ഇന്ന ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എനിക്കുണ്ട്, ഇത്ര രൂപ നാളെ ബാങ്കിൽ അടയ്ക്കണം, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് ഒന്നും കൊടുക്കാതെ പ്രാർത്ഥിച്ചാവും, ഒരു കുഴപ്പമില്ല. ദയവായി എന്തെങ്കിലും കൊടുത്തിട്ട് ഇതിന് പകരം കൃഷ്ണ എനിക്കിത് തരണമെന്ന് പറയരുത്. ഭഗവാൻ നമ്മുടെ വേലക്കാരനോ നമ്മളെ കയ്യിൽ നിന്ന് എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളല്ല. ആകെ പ്രതീക്ഷിക്കുന്നത് സ്നേഹമാണ്. ഒന്നും കൊടുത്തില്ലെങ്കിലും സ്നേഹിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഗുരുവായൂരപ്പന്റെ ഭക്തിയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത്. പ്രശ്നമാണ്, ഒരേപോലെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ചിട്ടകൾ വേണ്ട, ശുദ്ധിയിൽ അധികം പ്രശ്നങ്ങൾ ഭഗവാൻ പറയില്ല, ഒരുപാട് മെറ്റീരിയൽസ് വേണമെന്നില്ല, ആകെ ഭക്തിയുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി.